അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർളായ കാര്യങ്ങളിൽ കണിശത വെച്ച് പുലർത്തുന്നവരെ അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണത്. അതിൽ തന്നെ ഉലമാക്കൾ പറഞ്ഞു, നമസ്കരിക്കുക എന്നത് വേറെ, നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്തുക എന്നത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. നമസ്കരിക്കുന്നവർ എമ്പാടും ഉണ്ടാകാം, പക്ഷെ നമസ്കാരമാണ് എൻ്റെ റാഹത്ത്, നമസ്കാരമാണ് എൻ്റെ കൺകുളിർമ എന്ന് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എങ്കിൽ അറിയുക അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? യാ ബിലാൽ അഖിമിസ് സ്വലാഹ് അരിഹ്നാ ബിഹാ. ബിലാൽ ഇഖാമത്ത് കൊടുക്കൂ, അരിഹ്നാ ബിഹാ ഐ ബിസ്സലാഹ്, നമസ്കാരത്തിലൂടെ റാഹത്ത് തരൂ. എന്നാൽ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ പലരുടെയും ഭാവം എങ്ങനെയാണ്? അരിഹ്നാ മിനസ്സലാഹ്, നിസ്കാരത്തിന് റാഹത്ത് തരൂ. എന്താണ്, എത്ര മിനിറ്റാ നമസ്കരിക്കുന്നത്? റാഹത്തില്ല. രണ്ടായത്ത് കൂടുമ്പോഴേക്ക് റാഹത്തില്ല, സുജൂദിലൊന്ന് കൂടുമ്പോഴേക്ക് റാഹത്തില്ല, റുക്കൂഇന് ദൈർഘ്യം കൂടുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുകയാണ്. അതേ സമയത്ത് ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ച് വേണമെങ്കിൽ മണിക്കൂർ വരെ ഇരിക്കാം, ഒരു പ്രശ്നവുമില്ല. അതല്ലെങ്കിലും വേവാൻ സമയം എടുക്കൂലേ? റാഹത്താണ്, മനസ്സിന് സമാധാനമായി. എന്നാൽ നമസ്കാരത്തിലോ റാഹത്ത് ലഭിക്കും. എങ്ങനെയെങ്കിലും നമസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അറിയുക, അപകടമാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ.